നമസ്കാരം, എഡ്യൂസ് അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം. സോ നമ്മൾ നോക്കാൻ പോകുന്ന നോൺ സ്റ്റെറിൽ മാനുഫാക്ചറിംഗ് ആണ് ഹോസ്പിറ്റൽ ഫാർമസിയിലെ. സോ ഒരു നോൺ സ്റ്റെറിൽ മാനുഫാക്ചറിംഗിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് ഈ ഒരു ചാപ്റ്റർ കഴിയുമ്പോൾ മനസ്സിലാവും. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം സ്റ്റെറിൽ മാനുഫാക്ചറിംഗിന് ഒരു പ്രോട്ടോകോൾ, നോൺ സ്റ്റെറിൽ മാനുഫാക്ചറിംഗിന് വേറൊരു പ്രോട്ടോകോൾ നമ്മൾ ഫോളോ ചെയ്യുക അല്ലെ. സോ സ്റ്റെറിൽ മാനുഫാക്ചറിംഗ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ട ആവശ്യമുണ്ട്. ബേസിക് ആയിട്ട് പേഷ്യന്റ് സേഫ്റ്റി, പേഷ്യന്റ് എഫിക്കസി, അതുമാത്രല്ല പ്രൊഡക്റ്റ് ക്വാളിറ്റി, പിന്നെ പ്രൊഡക്റ്റിന്റെ സ്റ്റെബിലിറ്റി ഒക്കെ നമുക്കൊരു ഫാക്ടേഴ്സ് ആണ്. സോ അതിനേക്കാൾ മോറോവർ പേഷ്യന്റ് റിലേറ്റഡ് ഫാക്ടേഴ്സ് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. എന്നാൽ തന്നെയും നോൺ സ്റ്റെറിൽ മാനുഫാക്ചറിംഗിനകത്തും നമുക്ക് കുറെ കാര്യങ്ങൾ സ്റ്റെറിൽ മാനുഫാക്ചറിംഗിൽ നിന്ന് ഡിഫറൻസുകൾ ഉണ്ട്. ഇതിനകത്ത് പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാന്നുള്ളതായിരിക്കും. അധികം ഒന്നും അത്ര ടൈം എടുത്ത് പഠിക്കേണ്ടി വരില്ല. ചുമ്മാ ഈ ഒരു ചാപ്റ്റർ ഞാൻ പറഞ്ഞു തരുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ കൂടെ പോകാനായിട്ട് പറ്റും. അധികം തന്നെ ടൈം എടുക്കേണ്ടി വരില്ല. സോ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം, എന്താണ് ഓരോന്ന് നോക്കാം. സോ എന്താണ് നോൺ സ്റ്റെറിൽ മാനുഫാക്ചറിംഗ് ഏരിയ? സോ ഒരു നോൺ സ്റ്റെറിൽ മാനുഫാക്ചറിംഗ് ഏരിയ എന്ന് പറഞ്ഞാല് ഒരു ഡെസിഗ്നേറ്റഡ് സ്പേസ് ആണ്. ഫാർമസ്യൂട്ടിക്കലോ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ പ്രൊഡക്റ്റുകൾ പാക്കേജിങ് ഒക്കെ നടക്കുകയാണ് ചെയ്യുക. അതായത് ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റുകളെ പാക്കേജ് ചെയ്യുക, അതിന്റെ മാനുഫാക്ചറിങ് നടക്കുക, ഇതൊക്കെ നടക്കുന്ന ഒരു സ്ഥലത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നോൺ സ്റ്റെറിൽ മാനുഫാക്ചറിംഗ് ഏരിയ എന്ന് പറയാം. സോ എന്താണ് നോൺ സ്റ്റെറിൽ മാനുഫാക്ചറിംഗ് ഏരിയ? refers to a designated space with a pharmaceutical or healthcare facility where the product and the packaging of non-sterile product takes place. ഞാൻ നേരത്തെ പറഞ്ഞ സെയിം കാര്യം. So non-sterile products are those that do not require a sterile environment to maintain their efficacy and safety. So അതായത് നമുക്ക് എന്ത് വേണ്ട, നമുക്ക് സ്റ്റെറിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം എന്നില്ല നോൺ സ്റ്റെറൈൽ മാനുഫാക്ചറിംഗ് പ്രൊഡക്റ്റുകൾക്ക്. സോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിനെ നോൺ സ്റ്റെറൈൽ മാനുഫാക്ചറിംഗ് അല്ലെങ്കിൽ മാനുഫാക്ചറിംഗ് ഏരിയ അല്ലെങ്കിൽ നോൺ സ്റ്റെറൈൽ മാനുഫാക്ചറിംഗ് പ്രൊഡക്ട്സ് എന്നൊക്കെ നമ്മൾ പറയാം കേട്ടോ. So non-sterile manufacturing area are designed and maintained to meet specific quality and regulation standard to ensure the product of the safe and effective product. ഒരു പ്രൊഡക്റ്റിന്റെ എഫക്റ്റീവ്നെസ് അല്ലെങ്കിൽ അതിന്റെ സേഫ്റ്റി ആയിട്ടുള്ള പ്രൊഡക്ഷൻസ് അതൊക്കെ അല്ലെങ്കിൽ നമ്മൾക്ക് പറയുന്ന കുറച്ച് പ്രോട്ടോകോൾസും അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇന്ന കാര്യങ്ങൾ ഇത് ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കണം, ഇന്ന കാര്യങ്ങൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയേണ്ടതും വളരെ അത്യാവശ്യമായ കാര്യമാണ്. സോ ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നോൺ സ്റ്റെറിൽ മാനുഫാക്ചറിംഗ് ഏരിയയിൽ ഉണ്ടാക്കുന്ന എന്തൊക്കെയായിരിക്കും നമുക്കറിയാം. അതായത് സ്റ്റെറിലിറ്റി വേണ്ടത് ടാബ്ലറ്റ്സ് കാണാം, സിറപ്പുകൾ കാണാം, പിന്നെ ഓയിൽമെന്റ് കാണാം, പൗഡേഴ്സ് കാണാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇന്റേണൽ യൂസോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ടോപ്പിക്കൽ യൂസോ ഒക്കെ ചെയ്യുന്ന പ്രൊഡക്റ്റുകളുടെ കൈൻഡ് ഓഫ് ഡോസേജ് ഫോമുകൾ ആയിരിക്കാം അല്ലെ. സോ ഇതിനെയൊക്കെ നമുക്ക് നോൺ സ്റ്റെറൈലാണ് പറയാം. ഇനി സ്റ്റെറൈൽ പ്രൊഡക്ട്സിൽ എന്തൊക്കെയായിരിക്കും? ഇഞ്ചക്ഷൻസുകൾ കാണും അല്ലെ. ഇഞ്ചക്ഷൻസ് ഒക്കെ എന്താണ്, എല്ലാം സ്റ്റെറിലിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെ. സോ അതുപോലെയൊക്കെ അത് സ്റ്റെറിലിറ്റി ആണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സ്റ്റെറിലിറ്റി നോൺ സ്റ്റെറിൽ ഒക്കെ ഒന്ന് നോക്കാം ഫർദർലി മുമ്പോട്ട് പോകുമ്പോൾ. സോ നമ്മൾ കുറച്ച് കീ കൺസിഡറേഷൻസുകൾ നോക്കാം. ഒരു നോൺ സ്റ്റെറിൽ മാനുഫാക്ചറിംഗ് ഏരിയയിൽ നമ്മൾ കുറച്ച് കൺസിഡർ ഇന്ന കാര്യങ്ങൾ നമുക്ക് സ്പെസിഫിക് ആയിട്ട് വേണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമുക്ക് ഏതൊക്കെയാ നോക്കിയാലോ. ദ ഫസ്റ്റ് വൺ ഈസ് എൻവയോൺമെന്റൽ കൺട്രോൾ. സോ നമുക്കറിയാം ഇപ്പൊ സ്റ്റെറൈൽ മാനുഫാക്ചറിംഗ് പ്രൊഡക്റ്റുകൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ നോൺ സ്റ്റെറൈൽ മാനുഫാക്ചറിംഗ് പ്രൊഡക്റ്റുകൾ ആയിക്കോട്ടെ, ഇതിനൊക്കെ നമ്മുടെ എൻവയോൺമെന്റിന് ഒരു കൺട്രോൾ കൊടുക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് എങ്ങനെ നമ്മൾ കൺട്രോൾ ചെയ്യാം? അതായത് ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ബേസിക് ആയിട്ട് സ്റ്റെറൈൽ പ്രൊഡക്ട്സ് നോക്കാൻ പോവാണ് കേട്ടോ. സ്റ്റെറൈൽ പ്രൊഡക്ട്സ് ആണെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം? പൈറോജൻ ഫ്രീ ആയിരിക്കണം അല്ലെ. അതായത് മൈക്രോ ഓർഗാനിസംസോ ഒന്നും അതിനൊന്നും പാടില്ല എന്ന് പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അത് മാത്രമാണോ? പിന്നെ ഫോറിൻ പാർട്ടിക്കിൾസുകളൊന്നും പാടില്ല അല്ലെ. സോ ഇത് ഇന്റർഫിയർ ചെയ്യാൻ പാടില്ല. പിന്നെ അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഹെൽത്ത് ഒക്കെ അടിപൊളിയായിരിക്കണം, എന്നാൽ മാത്രമേ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റൂ. അത് എങ്ങനെയാ? അതിപ്പോ എനിക്ക് ഇപ്പൊ നല്ല ജലദോഷം ചുമയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ അതിന്റെ ഈ അണുക്കളൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു നമ്മൾ തുമ്മുമ്പോൾ ഉള്ള സലൈവയും ഒക്കെ എന്ത് ചെയ്യും, അതിലേക്ക് പുറത്തേക്ക് വീഴും. സോ അത് ഒരു പ്രശ്നം തന്നെയാണ്. സോ ഇത് സ്റ്റെറൈൽ ഏരിയയെ സംബന്ധിച്ചാണ്. എന്നാലും നോൺ സ്റ്റെറൈൽ ഏരിയയെ സംബന്ധിച്ച് എന്താണ്, മൈക്രോ ഓർഗാനിസം എന്ന് പറയുന്ന ഒരു ഫാക്ട് തന്നെയാണ്. അത് നമ്മൾ ഫ്രീ ആയിരിക്കണം. എന്നാൽ തന്നെയും പുറത്തുനിന്ന് വരുന്ന ഫോറിൻ പാർട്ടിക്കിൾസുകളൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, ഇതിനെയൊന്നും ഇന്റർഫിയർ ചെയ്യാൻ പാടില്ല. അത് മാത്രമാണോ, എന്തെങ്കിലും ഫോറിൻ സബ്സ്റ്റൻസുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതിപ്പോ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നൂല്, മുടി അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊന്നും ഇവിടെ വീഴാനായിട്ട് പാടില്ല. സോ നെക്സ്റ്റ് വൺ എക്യുപ്മെന്റ്സ് ആണ്. നമ്മൾ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകൾ എന്തായിരിക്കണം, അതിന് അതിൻ്റെതായ സ്റ്റാൻഡേർഡുകൾ ഉണ്ടായിരിക്കണം. നമുക്ക് വെറുതെ ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ടാബ്ലറ്റ് മിക്സ് ചെയ്യണം, അതുകൊണ്ട് വെറുതെ നമുക്ക് വീട്ടിലിരിക്കുന്ന ഒരു ഉരുളി എടുത്തിട്ട് നമുക്ക് കുഴയ്ക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ.
സോ അതിന് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്ന, എന്നാൽ അത് നല്ലതായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന, അത് മാത്രമല്ല നമുക്ക് ക്വാളിറ്റി അഷ്യൂർ ചെയ്യാൻ പറ്റുന്ന എക്യുപ്മെന്റ്സുകൾ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. സോ നെക്സ്റ്റ് ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ് ആണ് GMP എന്ന് പറയും. സോ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും GMP എന്ന് പറഞ്ഞാല്. സോ ഗുഡ് മാനുഫാക്ചറിങ്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു പ്രോട്ടോകോൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടായിരിക്കണം. അതായത് ഇപ്പൊ ചില ആൾക്കാർ എന്താ പറയാ, ചില ആൾക്കാർ നമുക്കറിയാം നമ്മൾ ചായ എങ്ങനെയൊക്കെ ഉണ്ടാക്കും. ചായ ഉണ്ടാക്കണ ചില ആൾക്കാർ ഏലക്ക ചേർക്കും, ചില ആൾക്കാർ ഇഞ്ചി ചേർക്കും, ചില ആൾക്കാർ പുതിന ഇല ചേർക്കും. എന്തിനും ലാസ്റ്റ് ഔട്ട്പുട്ട് ചായ തന്നെ. ഉണ്ടാക്കുന്ന രീതികൾ ഡിഫറെന്റ് ആണ് അല്ലെ. പക്ഷെ ഇപ്പൊ ചില ആൾക്കാർ പുതിന ചായ ഇടാൻ പറഞ്ഞാൽ എന്താ ചെയ്യുക, അവർ ചായ ഉണ്ടാക്കി ലാസ്റ്റ് പുതിന ഇടായിരിക്കും ചെയ്യുക. ചില ആൾക്കാർ എന്തെങ്കിലും പുതിനെ ഇടിച്ച് ചതച്ചിട്ടായിരിക്കും ഇടുക. ചില ആൾക്കാർ എന്താ ചെയ്യുക, കിഴി കെട്ടിട്ടിടും. അപ്പൊ അതുപോലെ തന്നെ ഓരോരുത്തരും ഓരോ ഇതിൽ ചെയ്യുക. സോ അങ്ങനെ ആയിരിക്കില്ല ചെയ്യുക. ചെയ്യുന്നതിന് ഒരു യൂണിഫോമിറ്റി ഉണ്ടായിരിക്കും, പ്രോട്ടോകോൾസ് ഒക്കെ എന്തായിരിക്കും സെയിമും ആയിരിക്കും. സോ ഫോർത്ത് വൺ എന്ന് പറഞ്ഞാൽ ക്ലീനിങ് ആൻഡ് സാനിറ്റൈസേഷൻ ആണ്. ഇത് നമ്മൾ ഓരോ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഈവൻ ദോ വെസൽസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ വർക്കിംഗ് സ്റ്റേഷൻ ആയിക്കോട്ടെ, വർക്കിംഗ് ഏരിയ ആയിക്കോട്ടെ, അവിടെ ക്ലീൻ ചെയ്യുക അല്ലെങ്കിൽ സാനിറ്റൈസ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ആൻഡ് ലാസ്റ്റ് രണ്ടും കൂടെ കോമ്പിനേഷൻ ആയിട്ട് പറയാം. സോ നെക്സ്റ്റ് പേഴ്സണൽ ട്രെയിനിങ്. അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് മനസ്സിലാവണം, ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇത് ഏത് രീതിയിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാക്കണം. അല്ലെങ്കിൽ അവർക്ക് പ്രോപ്പറായിട്ട് ട്രെയിനിങ് കൊടുക്കാണ്ടോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവാണ്ട് നമുക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അവർ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ലാസ്റ്റിന്റെ ഔട്ട്കം എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാനായിട്ട് പറ്റില്ല. സോ ഇത്രയും ആയിട്ടുള്ള കീ കൺസിഡറേഷൻസുകൾ നമ്മൾ നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കേട്ടോ. സോ ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. ദ ഫസ്റ്റ് വൺ ഇസ് ലിക്വിഡ് ഓറൽസ്. നമ്മൾ ഇനി ഓരോ ഡോസേജ് ഫോമുകൾ എടുത്തു വെച്ച് പഠിക്കാൻ പോവാണ്. ദ ഫസ്റ്റ് വൺ ഇസ് ലിക്വിഡ് ഓറൽസ്. സോ എന്താ ലിക്വിഡ് ഓറൽസ്? നമുക്ക് എല്ലാവർക്കും അറിയാം, ലിക്വിഡ് ഫോം ഇരിക്കുന്നതാണ് അല്ലേ. സോ ഓൾസോ നോൺ ആസ് ഓറൽ ലിക്വിഡ്സ് എന്നും പറയും. സോ ഫാർമസ്യൂട്ടിക്കൽ ഫോർമുലേഷൻ ദാറ്റ് ആർ ഡിസൈൻഡ് ടു ബി അഡ്മിനിസ്ട്രേഡ് ഓറലി ഇൻ എ ലിക്വിഡ് ഫോം. സോ നമ്മൾ ഓറലി ലിക്വിഡ് ഫോമിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ഫോമിനെയാണ് നമ്മൾ ലിക്വിഡ് ഓറൽസ് എന്ന് പറയാ. These formulations are intended for ingestion and are commonly used for pediatric and geriatric patients. So normally നമ്മളെപ്പോലെ അഡൾട്ട് ആയിരിക്കുന്ന ആൾക്കാർ ഓൾ ലിക്വിഡ്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. കുഞ്ഞു കുട്ടികൾ ഗുളിക വിഴുങ്ങാനുള്ള പാടുണ്ടാവും, അല്ലെങ്കിൽ നല്ല പ്രായമായവർക്ക് ഗുളിക വിഴുങ്ങാനുള്ള പാടുണ്ടായിരിക്കും. സോ അവർക്ക് ആ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ലിക്വിഡ് ഓറൽസുകൾ കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് സിറപ്പുകളോ അങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും അല്ലെ. സോ as well as individuals who have difficulty swallowing small dosage forms such as tablet or capsules. നമുക്കറിയാം ഇപ്പൊ ടാബ്ലറ്റ് ചിലപ്പോൾ വിഴുങ്ങാൻ പറ്റുന്നവരില്ല, വലിയ ടാബ്ലറ്റ് ആയിരിക്കും, ക്യാപ്സൂൾസ് വിഴുങ്ങാൻ പറ്റില്ല. സോ ബേസിക്കലി ലിക്വിഡ് ഓറൽസ് എന്ന് പറഞ്ഞാൽ ജെറിയാട്രിക്കും പീഡിയാട്രിക്കും പേഷ്യന്റിന് മാത്രമല്ല, ചില ആൾക്കാർക്ക് നമ്മുടെ വിഴുങ്ങാനുള്ള ബുദ്ധിമുട്ട്, അതായത് ചില ആൾക്കാർക്ക് ഫുഡ് വിഴുങ്ങുമ്പോൾ നല്ല വേദന ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ചില ആൾക്കാർക്കാണെങ്കിലും എന്തെങ്കിലും ഇറക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അവർക്കും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ലിക്വിഡ് ഓറൽസ് ഒക്കെ നമുക്ക് സജസ്റ്റ് ചെയ്യാം. ടാബ്ലറ്റ് വിഴുങ്ങാർക്ക് ചില ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് നമുക്ക് എന്ത് ചെയ്യാം, ലിക്വിഡ് ഓറൽസ് നമുക്ക് സജസ്റ്റ് ചെയ്യാം. സോ ലിക്വിഡ് ഓറൽസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഡിഫറെന്റ് കാറ്റഗറി ബേസ്ഡ് ഓൺ ദർ കമ്പോസിഷൻ ആൻഡ് ഇന്റൻഡഡ് യൂസ്. സോ നമ്മൾ ഇനി അത് സബ് ക്ലാസിഫിക്കേഷൻ പഠിക്കാൻ പോവാണ്. സോ ബേസിക്കലി ലിക്വിഡ് ഓറൽസ് നിങ്ങൾ എവിടെ പഠിക്കും, ഫാർമസ്യൂട്ടിക്സിൽ പഠിക്കും. സോ ഇവിടെ ജസ്റ്റ് ബേസിക് ഇൻട്രൊഡക്ഷൻ മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. ദ ഫസ്റ്റ് വൺ ഈസ് സിറപ്പ് ആണ്. സിറപ്പ് എന്താണ്? സിറപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കോൺസെൻട്രേറ്റ് സൊല്യൂഷൻ ഓഫ് ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയന്റ്. സോ ഒരു ഇൻഗ്രീഡിയന്റ് ഉണ്ടായിരിക്കും, AP ഉണ്ടായിരിക്കും. AP ഏതെങ്കിലും ഒരു സ്വീറ്റനിങ് വെഹിക്കിളുമായിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഒരു സൊല്യൂഷൻ ആക്കി വെക്കുകയായിരിക്കും ചെയ്യുക. ദർ ഓഫൺ ഫ്ലേവേർഡ് ടു ഇംപ്രൂവ് പാലറ്റബിലിറ്റി ആൻഡ് മേ കണ്ടെയ്ൻ അഡിറ്റീവ്സ് സച്ച് ആസ് പ്രിസർവേറ്റീവ്, കളറിംഗ് ഏജന്റ്. സോ അതിന്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ അഡിക്റ്റീവ്സ് ആഡ് ചെയ്യാം, പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യാം, കളറിംഗ് ഏജന്റ്സ് ആഡ് ചെയ്യാം. സോ നോർമലി പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പൊ കോൺസെൻട്രേറ്റ് ഷുഗർ സൊല്യൂഷൻസ് ഒക്കെ ആഡ് ചെയ്യുവാണെങ്കിൽ മേ ബി അതിൽ ഫെർമെന്റേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ സ്പോയിലേജിനൊക്കെ ചാൻസ് ഉണ്ട്. സോ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, അതിലേക്ക് നമ്മൾ പ്രിസർവേറ്റീവ്സ് നമ്മൾ ആഡ് ചെയ്യാറുണ്ട്. സോ സിറപ്പ് ആർ കോമൺലി യൂസ്ഡ് ഫോർ കഫ്, കോൾഡ് മെഡിക്കേഷൻ, ആന്റി ഹിസ്റ്റാമൈൻസ് ആൻഡ് എക്സ്പെക്ടോറൽ. സോ എക്സ്പെക്ടോറൽ അറിയാലോ, ചുമക്ക് കൊടുക്കുന്നതാണ്. സോ കോൾഡ് മെഡിക്കേഷൻസിന്, ആന്റി ഹിസ്റ്റാമിൻസിനൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, സിറപ്പുകൾ നമ്മൾ കൊടുക്കാറുണ്ട്. സോ നെക്സ്റ്റ് വൺ ഈസ് എലിക്സർ ആണ്. സോ എലിക്സർ എന്ന് വെച്ചാൽ ക്ലിയർ സ്വീറ്റ് ഹൈഡ്രോ ആൽക്കഹോളിക് സൊല്യൂഷൻ ആണ്. ഇതിൽ ആൽക്കഹോൾ കണ്ടന്റ് ഉണ്ടായിരിക്കും. മറ്റെന്തായിരിക്കും, സ്വീറ്റൻഡ് വെഹിക്കിൾ ആയിരിക്കും. ഇവിടെ എന്തായിരിക്കും, ഹൈഡ്രോ ആൽക്കഹോളിക് സൊല്യൂഷൻ ആയിരിക്കും ചെയ്യുക. APA പ്ലസ് ഹൈഡ്രോ ആൽക്കഹോളിക് സൊല്യൂഷൻ ഉണ്ടായിരിക്കും. ദേ ടിപ്പിക്കലി ഹാവ് എ ഹയർ ആൽക്കഹോളിക് കണ്ടന്റ് കമ്പയർ ടു സിറപ്പ്. സോ സിറപ്പിനെ വെച്ച് നോക്കുവാണെങ്കിൽ ഏറ്റവും ഹയർ എമൗണ്ട് ഓഫ് ആൽക്കഹോൾ എന്തിലുണ്ടാവും, എലിക്സറിനകത്ത് ഉണ്ടായിരിക്കും.
So eggs are commonly used for oral pain medication, antacid and cough suppressant. So cough suppressant ആയിട്ട് കൊടുക്കാറുണ്ട്, ആന്റാസിഡിൽ കൊടുക്കാറുണ്ട്, പെയിൻ മെഡിക്കേഷനിൽ കൊടുക്കാറുണ്ട്. ഇങ്ങനെയുള്ള കാറ്റഗറി കൊടുക്കുന്നതാണ് എന്താണ് നമ്മൾ എലിക്സർ എന്ന് പറഞ്ഞാല്. സോ സിറപ്പ് ഉണ്ട്, എലിക്സർ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് നോക്കാനുണ്ട്. സോ ഇത്രയുമാണ് നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത് കേട്ടോ. സോ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് സസ്പെൻഷൻസ് ആണ്. സസ്പെൻഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. സസ്പെൻഷൻ ഫൈൻലി ഡിസ്പേഴ്സ്ഡ് ആയിട്ടുള്ള സോൾട്ട് പാർട്ടിക്കിൾസ്, എന്താണ് ഫൈൻലി ഡിസ്പേഴ്സ്ഡ് സോൾട്ട് പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും. അത് API ഒരു ലിക്വിഡ് വെഹിക്കിളിൽ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ പാർട്ടിക്കിൾസ് ആർ നോട്ട് കംപ്ലീറ്റ്ലി ഡിസോൾവ്. ഇവിടെ പാർട്ടിക്കിൾസ് കംപ്ലീറ്റ്ലി ഡിസോൾവ് ആവില്ല. അതുകൊണ്ട് തന്നെ സമയം കൂടുന്തോറും എന്ത് ചെയ്യും, ഇത് താഴേക്ക് വരും. അതുകൊണ്ട് സസ്പെൻഷൻ എന്ത് ചെയ്യണം, നന്നായിട്ട് ഷേക്ക് ചെയ്യണം എന്ന് പറയാം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ എന്താണ് നമ്മൾക്ക് 10 to settle over a time required shaking before administration. നമ്മൾ കൊടുക്കുന്നതിന് മുന്നേ എന്ത് ചെയ്യണം, നന്നായിട്ട് ഷേക്ക് ചെയ്യണം എന്ന് പറയാൻ കാരണം സസ്പെൻഷനിലാണ്. കാരണം എന്താണ്, ഇത് കുറെ കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു, പാർട്ടിക്കിൾസുകൾ താഴേക്ക് വരും. എന്തുകൊണ്ടാണ്, പാർട്ടിക്കിൾസ് കംപ്ലീറ്റ്ലി എന്ത് ചെയ്യുന്നില്ല, അതിൽ ഡിസോൾവ് ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട്. സോ നെക്സ്റ്റ് വൺ ഈസ് പിന്നെ എക്സാമ്പിൾ വരുന്ന ആന്റിബയോട്ടിക്, ആന്റാസിഡ്, അനോൾജസിക്സ് ഒക്കെയാണ് കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് സൊല്യൂഷൻസ് ആണ്. സൊല്യൂഷൻസ് എന്താണ്, ക്ലിയർ ആണ്, ഹോമോജീനിയസ് മിക്സർ ആണ്. അത് ഹോമോജീനിയസ്, യൂണിഫോമിറ്റി ഉണ്ടായിരിക്കും. ആൻഡ് ഇൻ ലിക്വിഡ് വെഹിക്കിൾ അൺലൈക്ക് സസ്പെൻഷൻ, സൊല്യൂഷൻ ഹാവ് കംപ്ലീറ്റ്ലി ഡിസോൾവ്ഡ് APA ആൻഡ് ഡു നോട്ട് റിക്വയർ ഷേക്കിംഗ് ബിഫോർ അഡ്മിനിസ്ട്രേഷൻ. സോ നോർമലി സൊല്യൂഷൻസുകൾക്ക് നമുക്ക് എന്ത് വേണ്ട, നമുക്ക് പ്രയർ ആയിട്ട് നമ്മൾ അതിനെ ഷേക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ നമുക്ക് ഡിസോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാര്യം യൂണിഫോമിറ്റി ഉണ്ട്. അത് കംപ്ലീറ്റ്ലി നന്നായിട്ട് അതിനെ ഡിസോൾവ് ചെയ്തിട്ടാണ് സൊല്യൂഷൻസ് ഉള്ളത്. സോ സൊല്യൂഷൻസ് ആർ കോമൺലി യൂസ്ഡ് ഫോർ ആന്റിസെപ്റ്റിക്, ആന്റി ഫംഗൽ ആൻഡ് ആന്റി ഹൈപ്പർടെൻസീവ്സ്. സോ ബേസിക് ആയിട്ട് നിങ്ങൾ ഇതിനകത്തുള്ള കണ്ടന്റുകൾ മാത്രം നോക്കിയാൽ മതി. ഇവിടെ ചോദ്യം വരില്ല, ഡാം ഷുവർ ആണ്. കാരണം ഇത് വ്യക്തമായിട്ട് എവിടെ പഠിക്കുന്നുണ്ട്, സ്യൂട്ടിക്സ് പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഒരു കാര്യമില്ല. എന്തൊക്കെ ഡോസേജ് ഫോം ആണ്, ആ ഡോസേജ് ഫോം എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് മാത്രം മനസ്സിലാക്കിയാൽ മതി. സോ ലിക്വിഡ് ഓയിൽസ് ആർ മാനുഫാക്ചർഡ് ഇൻ അക്കോർഡിംഗ് വിത്ത് ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസ്. സോ GMP ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ GMP ഫോളോ ചെയ്തിട്ട്, ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസ് ഫോളോ ചെയ്തിട്ടാണ് ചെയ്യുക. സോ പ്രൊഡക്റ്റ് ക്വാളിറ്റി, സേഫ്റ്റി, എഫിക്കസി ഒക്കെ ഈ ഗൈഡ് ലൈനിൽ പറയുന്നുണ്ട്. ഇനി ഫോർമുലേഷൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ ആക്യുറേറ്റ് ഡോസിങ് ആയിരിക്കണം, പിന്നെ ഗുഡ് സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കണം, അക്സെപ്റ്റബിൾ ടേസ്റ്റ് ആയിരിക്കണം, പേഷ്യന്റ് കംപ്ലൈൻസ് ഉണ്ടായിരിക്കണം. സോ ബേസിക്കലി സൊല്യൂഷൻസുകൾ കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ സസ്പെൻഷൻ കൊടുക്കുമ്പോഴോ എലിക്സർ കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ സിറപ്പുകൾ കൊടുക്കുമ്പോഴോ ബേസിക് ആയിട്ട് പേഷ്യന്റ് കംപ്ലൈൻസ് ഇച്ചിരി ഡിഫിക്കൽട്ട് ആണ്. എന്തുകൊണ്ടാണ്, കാരണം വെച്ചാൽ ഇത് കഴിക്കുക അല്ലെങ്കിൽ അവർ കുടിക്കുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ അവർ കുടിക്കണം എന്നുണ്ടെങ്കിൽ എന്താ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്, അത് നല്ല ടേസ്റ്റ് ഉണ്ടാവണം, നല്ല മണം ഉണ്ടാവണം, നല്ല കളർ ഉണ്ടാവണം. പ്രത്യേകിച്ച് കുട്ടികളിൽ, വലിയ ആൾക്കാർ പ്രശ്നമില്ല, അവർ വാറുന്നോളും, ഒഴിച്ചാൽ മതി. പക്ഷെ കുഞ്ഞു കുട്ടികളിൽ നമുക്കത് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. സോ അതുകൊണ്ട് തന്നെ അത് വളരെ നോക്കേണ്ട ആവശ്യമുണ്ട്. സോ ഇനി അത് മാത്രമല്ല, ഇതെല്ലാം ചെയ്യുമ്പോൾ ലേബിളിംഗ് നമുക്ക് നോക്കണം. ലേബിളിംഗ് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ സൂട്ടിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, ലാബിലും ഒക്കെ നിങ്ങൾ ചെയ്യാൻ പഠിച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ. സോ നെക്സ്റ്റ് നോക്കാം, നമ്മുടെ ബൾക്ക് കോൺസെൻട്രേറ്റ് ആണ്. എന്താണ് ബൾക്ക് കോൺസെൻട്രേറ്റ് എന്ന് നോക്കിയാലോ. സോ നോർമലി ബൾക്ക് കോൺസെൻട്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫാർമസ്യൂട്ടിക്കൽ റെഫേഴ്സ് ടു എ കോൺസെൻട്രേറ്റ് ഫോം ഓഫ് എ ഡ്രഗ് ഓർ ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയന്റ് ദാറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ ലാർജ് ഡോസ്. ഇറ്റ് ഈസ് ഹൈലി പോട്ടന്റ് ഓർ കോൺസെൻട്രേറ്റ് ഫോം ഓഫ് ഡ്രഗ്, ടിപ്പിക്കലി ഇൻ പൗഡർ ഓർ എ ലിക്വിഡ് ഫോം. സോ നോർമലി ബൾക്ക് കോൺസെൻട്രേറ്റ് എന്ന് പറയുമ്പോൾ പേരിന് ബൾക്ക് ആയിട്ടുള്ള കോൺസെൻട്രേറ്റ് ആയിട്ടുള്ള എന്തൊരു സാധനമാണ്. സോ ഇവിടെ ഒന്നെങ്കിൽ ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയന്റോ അല്ലെങ്കിൽ ഡ്രഗിന്റെ കോൺസെൻട്രേറ്റ് ഫോമിനെ ബൾക്കായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക ചെയ്യുക. സോ ഇതിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. സോ നോർമൽ ടിപ്പിക്കലി പൗഡർ ഓർ ലിക്വിഡ് ഫോം ആണ് എക്സാമ്പിൾ. പൗഡർ ഓർ ലിക്വിഡ് ഫോംസ് ആണ് എക്സാമ്പിൾ. പൗഡർ അറിയാലോ. സോ ദ പർപ്പസ് ഓഫ് പ്രൊഡ്യൂസിംഗ് ബൾക്ക് കോൺസെൻട്രേറ്റ് ഈസ് ടു ഫെസിലിറ്റേറ്റ് ഫർദർ പ്രോസസിംഗ് ഫോർമുലേഷൻ ഓർ മാനുഫാക്ചറിംഗ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റ് ബൈ പ്രൊഡ്യൂസിംഗ് ദ ഡ്രഗ് ഇൻ കോൺസെൻട്രേറ്റ് ഫോം. ഇറ്റ് അലൗസ് ഇൻ എഫിഷ്യന്റ് ട്രാൻസ്പോർട്ടേഷൻ, സ്റ്റോറേജ് ആൻഡ് ഹാൻഡ്ലിംഗ് ഓഫ് ലാർജ് quantities of the API. So basic ആയിട്ട് നിങ്ങൾ ഇപ്പോൾ ആലോചിച്ച് നോക്കിയേ, നമുക്ക് ഈ ബൾക്കായിട്ട് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ള എക്സിപ്പിയൻസുകളോ പ്രിസർവേറ്റീവോ ഒന്നും ആഡ് ചെയ്യാണ്ട് നമ്മൾ ബൾക്കായിട്ട് API മാത്രം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആവശ്യമുള്ളപ്പോൾ നമുക്ക് എടുത്ത് എന്ത് ചെയ്യാം, ഡൈല്യൂട്ട് ചെയ്ത് ഫർദർലി നമുക്ക് അങ്ങോട്ട് യൂസ് ചെയ്യാം. കോൺസെൻട്രേറ്റ് ഫോം ആണ്. സോ ഇപ്പം എനിക്ക് ഇവിടെ വെച്ചിട്ട് ബൾക്ക് ഫോംസ് ഉണ്ടാക്കാം, എന്നിട്ട് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് കാസർഗോഡ് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് അതിനെ ബാക്കി ഫർദർ പ്രോസസ്സിംഗ് ചെയ്യാം. സോ അതുകൊണ്ട് തന്നെ ട്രാൻസ്പോർട്ടേഷൻ ഈസിയാണ്. കാര്യം എന്താണ്, ബൾക്ക് കോൺസെൻട്രേറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ്. ഇപ്പൊ എക്സാമ്പിൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ നാരങ്ങ വെള്ളം കോൺസെൻട്രേറ്റ് ചെയ്ത്
ഫ്രീസറിൽ വെക്കുവാണ്. അപ്പൊ ആൾക്കാർ വരുമ്പോൾ അത് ഓരോ ക്യൂബ് എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ട് കലക്കി ഡൈലൂട്ട് ചെയ്ത് ആൾക്കാർക്ക് കൊടുക്കാം. എളുപ്പമാണല്ലേ, കൺവീനിയന്റ് ആണ്. സോ അതേപോലെ തന്നെ സ്റ്റോറേജിനായിക്കോട്ടെ ഹാൻഡ്ലിംഗ് ആയിക്കോട്ടെ ഒക്കെ എളുപ്പത്തിൽ വേണ്ടിയാണ് ഈ ബൾക്ക് കോൺസെൻട്രേറ്റ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. സോ ബൾക്ക് കോൺസെൻട്രേറ്റ് is often dilute or further processed during the manufacturing of the final dosage form such as tablet, capsule or solutions required for the final product. സോ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നോർമലി എന്താ ചെയ്യുക, ബൾക്ക് കോൺസെൻട്രേറ്റ് ഉണ്ടാക്കി വെക്കും. സോ ഈ AP എന്താ ചെയ്യുക, ഈ AP തന്നെ നമ്മൾ ഫർദർലി ക്യാപ്സൂളോ പൗഡറോ അല്ലെങ്കിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ സമയത്ത് നമ്മൾ ഡൈല്യൂട്ട് ചെയ്തിട്ട് നമ്മുടെ എക്സിപ്പിയൻസും ബാക്കിയുള്ള കാര്യങ്ങളും നമ്മൾ ആഡ് ചെയ്ത് നമ്മൾ ഫർദർലി ബൾക്ക് കോൺസെൻട്രേറ്റിനെ മാറ്റിയെടുക്കുകയാണ് ചെയ്യുക കേട്ടോ. സോ സിമ്പിൾ കാര്യമാണ് ബൾക്ക് കോൺസെൻട്രേറ്റ്. സോ ഇതിനകത്ത് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഭയങ്കര എളുപ്പമുള്ളതാണ്, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. സോ ഇൻ അഡീഷൻ ടു കൺവീനിയൻസ് ഇൻ ട്രാൻസ്പോർട്ടേഷൻ storage, bulk concentrate may offer cost benefit in terms of production efficacy and reduce packaging requirements. ശരിയാണല്ലേ? കാരണം വെച്ചാൽ നമ്മൾ ഈ ബൾക്ക് പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അധികമായിട്ട് നമുക്ക് സ്റ്റോറേജിന് സ്ഥലം വേണ്ട ആവശ്യമില്ല, കുറച്ച് മതിയല്ലോ, കാരണം ഡൈലൂട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ അത് മാത്രമല്ല പാക്കേജിങ് ചെയ്യേണ്ട, ഇതെല്ലാം ഫുൾ ഉണ്ടാക്കി നമ്മൾ എപ്പോഴും ഫിനിഷ്ഡ് പ്രൊഡക്റ്റിന് ഒരുപാട് പാക്കേജിങ് ആവശ്യമാണ്. കാര്യം അതിന്റെ സേഫ്റ്റി എഫിക്കസി ഒക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. പക്ഷെ നമ്മളൊരു ബൾക്ക് കോൺസെൻട്രേറ്റ് ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ അത് മൊത്തത്തോടെ നമുക്ക് അതിന്റെ ഒറ്റ കാര്യം നോക്കിയാൽ മതി. മറ്റേതെന്താണ്, ഇതിൽ ചേർത്തിങ്ങനെ എക്സിപ്പിയൻസ് നിങ്ങൾ മാറ്റങ്ങൾ വരുന്നുണ്ടോ, ഡിഫറൻറ്റ് വരുന്നുണ്ടോ, അങ്ങനെയൊക്കെ ഉള്ള ഒരു ടെൻഷൻ എപ്പോഴും ഉണ്ടായിരിക്കും. സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ടു നോട്ട് ദാറ്റ് ഹാൻഡ്ലിംഗ് ആൻഡ് പ്രോസസിംഗ് ഓഫ് ബൾക്ക് കോൺസെൻട്രേറ്റ് ഷുഡ് ബി ഡൺ ഇൻ അക്കോർഡൻസ് വിത്ത് സ്ട്രിക്റ്റ് ക്വാളിറ്റി കൺട്രോൾ മെഷർ ആൻഡ് സേഫ്റ്റി പ്രോട്ടോകോൾ. സോ നോർമലി നമ്മൾ ഈ ബൾക്ക് കോൺസെൻട്രേറ്റ് ഉണ്ടാക്കുന്നു, സ്റ്റോറേജ് എളുപ്പമാണ്, ട്രാൻസ്പോർട്ടേഷൻ എളുപ്പമാണെന്നൊക്കെ പറഞ്ഞു. എന്നാൽ തന്നെയും ഈ സാധനത്തിനെ എന്താ പറയാ, സാധനം ഉണ്ടാക്കുമ്പോൾ സേഫ്റ്റി എഫിക്കസി ക്വാളിറ്റി നമ്മൾ എന്താണ് പക്ക അഷ്യൂർ ചെയ്യണം. കാരണം എന്തുകൊണ്ടാണ്, കാരണം ഇതിൽ നിന്നാണ് ഫർദർ നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് ചെയ്യുന്നത്. സോ ഈ നമ്മൾ ഉണ്ടാക്കുന്ന ബൾക്ക് കോൺസെൻട്രേറ്റിൽ എന്തെങ്കിലും ഡിഫക്റ്റ് വന്നു, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും, ഇത് എൻറ്റയർ ബാച്ചിനെ അഫക്ട് ചെയ്യും. സോ അതുകൊണ്ട് തന്നെ ഈ ബൾക്ക് കോൺസെൻട്രേറ്റിന്റെ സേഫ്റ്റി എഫിക്കസി നോക്കുന്നതും ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ നെക്സ്റ്റ് പ്രൊക്യൂർമെന്റ് ഓഫ് സ്റ്റോഴ്സ് ആൻഡ് ടെസ്റ്റിംഗ് ഓഫ് റോ മെറ്റീരിയൽസ് ആണ്. എങ്ങനെ നമുക്ക് പ്രൊക്യൂർ ചെയ്യാം, എങ്ങനെ നമുക്ക് ടെസ്റ്റ് ചെയ്യാം, റോ മെറ്റീരിയൽസ് ടെസ്റ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. സോ സിമ്പിൾ ആണ്. സോ പ്രൊക്യൂർമെന്റ് ഓഫ് സ്റ്റോറേജ് എന്ന് പറയുമ്പോഴത്തേക്കും പ്രൊക്യൂർമെന്റ് ഓഫ് stores and testing of raw materials are important processing in pharmaceutical industry to ensure quality, safety, efficacy, final pharmaceutical product. Let's discuss this in more detail. So just സത്യം പറഞ്ഞാൽ ഈ ഒരു നോൺ സ്റ്റെറിൽ ഇത് ഭയങ്കര എളുപ്പമാണ്, ഒന്നുമില്ല, നമുക്ക് കേട്ടോണ്ടിരിക്കാൻ പറ്റും കേട്ടോ. സോ ഇവിടുത്തെ പ്രൊക്യൂർമെന്റ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റോ മെറ്റീരിയൽ വാങ്ങുന്നതും അല്ലെങ്കിൽ ആ പ്രൊക്യൂർ ചെയ്യുന്നത് അതിന്റെ ക്വാളിറ്റി, അതിന്റെ സേഫ്റ്റി, അതിന്റെ എഫിക്കസി ഒക്കെ നമ്മൾ നോക്കേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യം. എന്തുകൊണ്ടാണ്, കാര്യം അത് നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റിനെ ബാധിക്കും. നല്ല ക്വാളിറ്റി അല്ല, ഇൻഫീരിയർ ക്വാളിറ്റി ആണ്, അല്ലെങ്കിൽ ചീപ്പായിട്ട് കിട്ടുന്നതാണ്, വലിയ വൃത്തിയൊന്നും ഇല്ലാത്ത സാധനമാണ്, എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റിനെയും അത് ബാധിക്കും എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ വാങ്ങുന്ന സാധനം അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനം നന്നായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. സോ പ്രൊക്യൂർമെന്റ് ഓഫ് സ്റ്റോഴ്സ് ആണ്. സോ പ്രൊക്യൂർമെന്റ് ഓഫ് സ്റ്റോഴ്സ് refers to the process of source and acquiring various material, supplies, equipment, component need for the pharmaceutical manufacture and testing process. Normally നമ്മൾ എന്താണ് പ്രൊക്യൂർമെന്റ് സ്റ്റോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള മെറ്റീരിയൽ വാങ്ങുക, സപ്ലൈസ് വാങ്ങുക, എക്യുപ്മെന്റുകൾ വാങ്ങുക, അതിനാവശ്യമുള്ള കമ്പോണൻസ് വാങ്ങുക, അതിന് ടെസ്റ്റിംഗ് പ്രോസസ്സിന് വിധേയമാക്കുക. സോ ഇതിനെ എല്ലാത്തിനെയാണ് നമ്മൾ പ്രൊക്യൂർമെന്റ് ഓഫ് സ്റ്റോർസ് എന്ന് പറയുക. സോ ദിസ് കൻ ഇൻക്ലൂഡ് ഐറ്റംസ് ലൈക്ക് കെമിക്കൽ, സോൾവെന്റ്, പാക്കേജിംഗ് മെറ്റീരിയൽ, ലബോറട്ടറി എക്യുപ്മെന്റ്, അതർ കൺസ്യൂമർ. അതായത് മാനുഫാക്ചറിംഗിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, പാക്കേജിംഗ് മെറ്റീരിയൽസ്, ലബോറട്ടറി എക്യുപ്മെന്റുകൾ, അതർ കൺസ്യൂമബിൾസ്, ഇതെല്ലാം ഈ എല്ലാ സാധനങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രൊക്യൂർമെന്റ് ഓഫ് സ്റ്റോർസിന്റെ അണ്ടറിലാണ് വരുന്നത് കേട്ടോ. സോ ഇത് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. സോ നോർമലി കീ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ദ പ്രോസസ്, പ്രൊക്യൂർമെന്റ് പ്രോസസ് may include identifying the requirement. So first നമ്മൾ ഇത് കുറച്ച് ഇൻവെന്ററി കൺട്രോൾ ആണ് കേട്ടോ. സോ നമ്മൾ എന്ത് ചെയ്യുക, റിക്വയർമെന്റ് അറിയുക. നമുക്കിപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മൾ പണ്ടത് പറയുന്നത് പപ്പടം ബിസിനസ് പോയാൽ നമുക്ക് എന്താണ്, പപ്പടം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ റിക്വയർമെന്റ് അറിഞ്ഞു. ഡിറ്റർമിൻ ദ സ്പെസിഫിക് നീഡ് ഓഫ് ദ ഓർഗനൈസേഷൻ. നമ്മൾ നമ്മുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കുക. ടേക്കിംഗ് ഇൻ അക്കൗണ്ട് പ്രൊഡക്ഷൻ പ്ലാൻ, ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ആൻഡ് റെഗുലേറ്ററി റിക്വയർമെന്റ്. നമുക്ക് എന്തൊക്കെ റിക്വയർമെന്റ് ആവശ്യമുണ്ട്, നമ്മൾ എന്തൊക്കെ സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യണം, എത്രത്തോളം നന്നായിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം. ആ സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യുന്നുണ്ടോ നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യണം. ഇനി വെൻഡർ സെലക്ഷൻ ആണ്. സോ വെൻഡർ സെലക്ഷൻ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് വേണമെങ്കിൽ ടെൻഡർ വഴി നമുക്ക് ചെയ്യാം. നമുക്ക് ടെൻഡർ വിളിക്കാം.
ഏറ്റവും ബെസ്റ്റ് എമൗണ്ട് കോട്ട് ചെയ്യുന്ന ആരാണോ അവരെ നമുക്ക് എടുക്കാം, അതൊന്നും പ്രശ്നമില്ല. സോ വെൻഡർ സെലക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവാലുവേറ്റിംഗ് ആൻഡ് സെലക്ടിംഗ് റിലയബിൾ സപ്ലൈസ് ഓർ വെൻഡർ ബേസ്ഡ് ഓൺ ഫാക്ടേഴ്സ് സച്ച് ആസ് ക്വാളിറ്റി, റിലയബിലിറ്റി, പ്രൈസിംഗ്, ഡെലിവറി ടൈംസ് ആൻഡ് കംപ്ലൈൻസ് വിത്ത് റെഗുലേഷൻ. നമ്മൾ വെച്ച റെഗുലേഷൻ അനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത ക്വാളിറ്റി അനുസരിച്ച് ഇത് ഫോളോ ചെയ്യുന്നുണ്ടോ, ഇത് ഫോക്കസ് ചെയ്യുന്നുണ്ടോ. ടെൻഡേഴ്സിന് ഒരുപാടുണ്ട്, ഓപ്പൺ ടെൻഡേഴ്സ്, ക്ലോസ് ടെൻഡേഴ്സ്, അങ്ങനെ ഒരുപാട് പറയുന്നുണ്ട്. സോ അതൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല, DPharm ലെവലിൽ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരിക്കും. സോ അതൊക്കെ നമ്മുടെ സത്യം പറഞ്ഞ ഇൻവെന്ററി കൺട്രോളിനകത്തൊക്കെ വരേണ്ടതാണ്. സോ നമ്മൾ റിക്വയർഡ് ടൈം വെച്ചിട്ട് നമ്മൾ ഇത്ര ടൈമുള്ള ഡെലിവറി ചെയ്യൂ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ട് എന്താ ചെയ്യുക, നമ്മൾ വെൻഡർ സെലക്ട് ചെയ്യുന്നു. സോ റിക്വസ്റ്റ് ഫോർ കൊട്ടേഷൻ, നമ്മൾ കൊട്ടേഷൻ വിളിക്കും. സോ RFQ എന്നാ പറയാ, ഓർ റിക്വസ്റ്റ് ഫോർ പ്രപ്പോസൽ വിളിക്കും. സോ ഇഷ്യൂയിങ് RFQs ഓർ FPS ടു പൊട്ടൻഷ്യൽ സപ്ലൈസ് ടു ഗ്യാദർ പ്രൈസിംഗ് ആൻഡ് ടെക്നിക്കൽ ഇൻഫർമേഷൻ. സോ ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കൊട്ടേഷൻ വിളിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ടെൻഡർ എടുക്കാൻ വേണ്ടി നമ്മൾ വിളിക്കുന്നത്. സോ നമ്മൾ ആരൊക്കെ വേണം. സോ ഇവിടെ ബേസിക്കലി വെൻഡർ സെലക്ഷനും റിക്വസ്റ്റിംഗ് ഫോർ കൊട്ടേഷനും ഏകദേശം ഒരുപോലെ തന്നെയാണ്. സോ ഏത് വെൻഡർ ആണോ നമ്മൾ കൊടുക്കുന്ന റിക്വയർമെന്റും നമ്മളിടുന്ന ക്വാളിറ്റി അനുസരിച്ച് ഇല്ലെങ്കിൽ നമ്മൾ അതും സെർച്ച് ചെയ്യുന്നു. അത് ഇതിപ്പോ നമ്മുടെ പേഴ്സണലി ഇപ്പൊ നമ്മളെ താല്പര്യപ്രകാരം നമ്മൾ ചെയ്യുന്നതാണ്. മറ്റേത് നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ച് നമ്മളൊരു പബ്ലിക് നോട്ടീസ് കൊടുക്കുന്നു, അതനുസരിച്ചിട്ട് അവിടെ നിന്ന് ആൾക്കാർ വരും. നമ്മൾ ഗവൺമെന്റിലൊക്കെ ടെൻഡർ കൊടുക്കുക ചെയ്യുക. സോ പ്രൈവറ്റ് ടെൻഡർ കൊടുക്കില്ല, അവർ സ്ഥിരം വാങ്ങുന്ന ആൾക്കാരുണ്ടായിരിക്കും, അവർ എന്തായിരിക്കും കൂടുതലും വാങ്ങാം കേട്ടോ. സോ അപ്പൊ കൊട്ടേഷൻ കൊടുത്തു അല്ലെ. സോ പിന്നെ വരുന്നത് ഇവാലുവേഷൻ ആൻഡ് നെഗോഷിയേഷൻ ആണ്. സോ ഇവിടെ എന്താ പറയുക വെച്ചാൽ നമ്മൾ കൊട്ടേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രപ്പോസൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തന്ന സപ്ലൈസുമായിട്ട് ഇവാലുവേറ്റ് ചെയ്യും. സോ നെഗോഷിയേഷൻ നടക്കും. അതായത് നമ്മൾ പറയല്ലേ, നമുക്ക് അവർ 1000 രൂപ നമ്മൾ 1000 വരത്തില്ല, 500 തരും, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല എന്ന് പറയാം, ആ പരിപാടി തന്നെ. സോ ഫൈനലൈസ് ചെയ്യും, ഈ കോൺട്രാക്ട് നമ്മൾ ഫൈനലൈസ് ചെയ്യും. പിന്നെ എന്ത് ചെയ്യും, അല്ലെങ്കിൽ പർച്ചേസ് ഓർഡർ നമ്മൾ ക്ലോസ് ചെയ്യും. സോ ഇതാണ് ബേസിക് കാര്യം. പിന്നെ റെസിപ്റ്റ് ആൻഡ് ഇൻസ്പെക്ഷൻ ആണ്. സോ നമ്മൾ ഇത് കൊടുത്തിട്ട് വെറുതെ ഇരിക്കല് ചെയ്യുക, സാധനങ്ങൾ വരും. ലീഡ് ടൈം എന്ന് ഓർമ്മയുണ്ടല്ലോ, നമുക്ക് നമ്മൾ ഈ കൊട്ടേഷൻ കൊടുത്തതിന് ശേഷം നമുക്ക് സാധനങ്ങൾ വരാനെടുക്കുന്ന സമയത്താണ് ലീഡ് ടൈം എന്ന് പറയാം. സോ ലീഡ് ടൈമിൽ നമുക്ക് സാധനങ്ങൾ വരും. വന്നു കഴിഞ്ഞാൽ വന്ന സാധനവും നമ്മൾ കൊടുത്ത പർച്ചേസ് ഓർഡറും പ്രകാരം സാധനങ്ങൾ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ വന്ന സാധനങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യണം അല്ലെ, എന്നാലും നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്തെങ്കിലും ചീത്ത സാധനങ്ങളുണ്ടോ, പന്ന സാധനങ്ങളുണ്ടോ, ചീത്തയിൽ പോയുണ്ടോ, ഡീഗ്രേഡേഷൻ വന്നിട്ടുണ്ടോ, സ്റ്റോറേജ് ഗൈഡ് ലൈൻ ഫോളോ ചെയ്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ നോട്ട് ചെയ്യണം, നമ്മൾ തിരിച്ചു കൊടുക്കുകയും വേണം. സോ നെക്സ്റ്റ് ഇൻവെന്ററി മാനേജ്മെന്റ് ആണ്. പ്രോപ്പർ സ്റ്റോറേജിങ്, ലേബലിംഗ്, കൺട്രോൾ ഓഫ് പ്രൊക്യൂർമെന്റ്, സ്റ്റോറേജ്, അവൈലബിലിറ്റി, വേസ്റ്റേജ്, എക്സ്പയറേഷൻ ഒക്കെ നമ്മൾ നോക്കണം. ഇതൊക്കെ ബേസിക് ആയിട്ട് നമ്മളൊരു ഫാർമസി ചെയ്യുന്ന ഒരു കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. അതെല്ലാം സെയിം തന്നെയാണ്, പക്ഷേ നോൺ സ്റ്റെറിൽ മാനുഫാക്ചറിങ് ഏരിയയിലാണെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. സോ ടെസ്റ്റിംഗ് ഓഫ് റോ മെറ്റീരിയൽസ്, എങ്ങനെ നമ്മൾ റോ മെറ്റീരിയൽസ് ടെസ്റ്റ് ചെയ്യുക. ബേസിക് ആയിട്ട് നമുക്കറിയാം, നമ്മൾ റോ മെറ്റീരിയൽസ് വാങ്ങിയാൽ മാത്രം പോരാ, അല്ലെങ്കിൽ നമ്മൾ നല്ലൊരാളിൽ നിന്ന് വാങ്ങി, പക്ഷെ നമ്മളെ ഭാഗത്ത് നമ്മൾ കൺഫേം ചെയ്യാൻ നല്ലതാണോ ചീത്തയാണോ എന്ന് അറിയണം. ഇനി അത് മാത്രമല്ല, ഇല്ലെങ്കിൽ നമുക്ക് വേറെ ലബോറട്ടറികൾ യൂസ് ചെയ്യാം, വേറെ ആൾക്കാർ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ അവര് ടെസ്റ്റ് ചെയ്തതിന്റെ സ്റ്റാൻഡേർഡ്സുകൾ നമുക്ക് വാങ്ങാം, അതുമായിട്ട് ഇത് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ലേബലിംഗ് ഇൻഫർമേഷൻസ് കംപ്ലൈ ചെയ്യുന്നുണ്ടോ നമുക്ക് നോക്കാം. സോ ടെസ്റ്റിംഗ് ഓഫ് റോ മെറ്റീരിയൽസ് ഇസ് എ ക്രൂഷ്യൽ ക്വാളിറ്റി കൺട്രോൾ സ്റ്റെപ്പ്. സോ ഇത് ക്വാളിറ്റി കൺട്രോളിൽ വരുന്നത്, QCക്ക് അകത്ത് വരുന്നതാണ് എന്ത് റോ മെറ്റീരിയൽസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ടു എൻഷുർ suitability and quality of incoming material used in the pharmaceutical manufacturing. അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസും അതിന്റെ ഔട്ട്കമും എന്ന് പറയുന്നത് രണ്ട് ഇമ്പോർട്ടന്റ് ആണ്. സോ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസ് നല്ലതല്ല അല്ലെങ്കിൽ ചീത്തയാണ്, അതിനകത്ത് നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും അവസാനം വരുന്ന ഔട്ട്കമ്മിനെ നമുക്ക് ബാധിക്കും. സോ എക്സിപ്പിയൻസ്, സോൾവെന്റ്സ്, കമ്പോണൻസുകൾ, അതിന്റെ ഫോർമുലേഷൻസ്, അതിന്റെ ഫൈനൽ ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സ് ഒക്കെ നമ്മൾ നോക്കണം അല്ലെ. സോ ഫസ്റ്റ് മുതൽ അവസാനം വരെ ഈ ക്വാളിറ്റി ഉണ്ടോ, ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ റോ മെറ്റീരിയൽസ് നന്നായിരിക്കണം, അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് നല്ലതായിരിക്കണം അല്ലെ. എന്നാൽ മാത്രമേ നമുക്ക് ആ ക്വാളിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തു നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. സോ ടെസ്റ്റിംഗ് ഓഫ് റോ മെറ്റീരിയൽസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ടെസ്റ്റിംഗ് ഓഫ് റോ മെറ്റീരിയൽസ് എങ്ങനെ ചെയ്യാം എന്നാണ്. ദ ഫസ്റ്റ് വൺ ഈസ് സാമ്പിളിംഗ് ആണ്. സോ ഇത് വലിയ ഇമ്പോർട്ടൻ്റ് ആണ്, വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, മനസ്സിലാക്കി മാത്രം വെച്ചാൽ മതി. സോ നമ്മൾ സാമ്പിളിംഗ് ചെയ്യണം. നമുക്ക് ഒരു ബാച്ചിൽ നിന്നോ അല്ലെങ്കിൽ നമുക്ക് ലോട്ട് എടുത്തുകൊണ്ട് നമുക്ക് റോ മെറ്റീരിയൽസ് നമുക്ക് സാമ്പിളിംഗ് എടുക്കാം. സോ ബേസിക്കലി റാൻഡംലി എടുക്കുക. ഇപ്പോൾ ഒരുമിച്ചെടുക്കില്ല. ഇപ്പോൾ ഒരു 2-3 ബാച്ചുകൾ വന്നു വെച്ചോ. ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാരസ്റ്റമോൾ ഉണ്ടാക്കണം. സോ പാരസ്റ്റമോളിന് വേണ്ടിയിട്ട് നമ്മളെ ലബോറട്ടറിയിൽ എന്ത് വന്നു, പാരസ്റ്റമോൾ വന്നു. സോ ആ പാരസ്റ്റമോളിന്റെ പൗഡർ, പാരസ്റ്റമോൾ IP വന്നത്. സോ എൻ്റെ കയ്യിൽ ഒരു 5 ബാച്ച് വന്നു. P450, P350, P650 and P350 and P
120. സോ ഇത്രയുമാണ് എനിക്ക് വന്ന 5 ബാച്ചുകൾ. സോ 5 ബാച്ചിനകത്തും 5 ബോക്സ് വെച്ചിട്ടുണ്ട്. 5 ബാച്ചിനകത്തും 5 ബോക്സ് വെച്ചിട്ടുണ്ട്. സോ ഈ 5 ബോക്സിനും എ എന്നും ബി എന്നും സി എന്നും ഡി എന്നും ഇ എന്നും കൊടുക്കുന്നുണ്ട്. 1 2 3 5 ആയല്ലോ. സോ കൊടുക്കുന്നുണ്ട്. സോ ഇവിടെ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല്, സോ ഇവിടത്തെ ബി ബോക്സ് എടുക്കും, ഇവിടത്തെ സി ബോക്സ് എടുക്കും, ഇവിടത്തെ ഡി ബോക്സ് എടുക്കും, ഇവിടത്തെ ഇ ബോക്സ് എടുക്കും, ഇവിടത്തെ എ ബോക്സ് എടുക്കും. അതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓൾട്ടർനേറ്റീവ്ലി നമ്മൾ ബോക്സുകൾ കണക്കാക്കിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു അങ്ങനെയുള്ള കണക്കെടുത്തിട്ട് നമ്മൾ എടുക്കുക ചെയ്യുക. ആൻഡ് ഐഡന്റിഫൈങ് ടെസ്റ്റിംഗ്. സോ കൺഫേമിംഗ് ദ ഐഡന്റിറ്റി ഓഫ് ദ റോ മെറ്റീരിയൽ യൂസിങ് ടെക്നിക്സ് സച്ച് ആസ് സ്പെക്ട്രോസ്കോപ്പി, ക്രോമാറ്റോഗ്രാഫി ഓർ അതർ സ്പെസിഫിക് ടെസ്റ്റ്. സോ നമുക്ക് കൊണ്ടുവരുന്ന കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂന്റ് അല്ലെങ്കിൽ കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂന്റ് അല്ല, സോ നമ്മൾ എടുക്കുന്ന സാമ്പിള്, ഈ സാമ്പിളിന് സ്പെസിഫിക് ആയിട്ടുള്ള ടെസ്റ്റുകൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ സാമ്പിളിനെ തിരിച്ചറിയാൻ പറ്റുന്ന സ്പെസിഫിക് ടെസ്റ്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്പെക്ട്രോസ്കോപ്പിയോ ക്രോമാറ്റോഗ്രാഫിയോ നമുക്ക് ചെയ്യാം. സോ അതൊക്കെ അഡ്വാൻസ് ടെക്നിക്കുകളാണ്. സോ നെക്സ്റ്റ് ക്വാളിറ്റി ടെസ്റ്റിംഗ് ആണ്. അതായത് അനലൈസിംഗ് ദ റോ മെറ്റീരിയൽസ് ഫോർ ക്വാളിറ്റി ആട്രിബ്യൂട്ട്സ്. അതായത് ക്വാളിറ്റി എങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ചെയ്തത്, ആ സാധനം തന്നെയാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്തു ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റിൽ. രണ്ടാമത് ക്വാളിറ്റി ടെസ്റ്റിംഗ് ആണ്. അതിൽ ഇമ്പ്യൂരിറ്റി ഉണ്ടോ, പൊട്ടൻസി ഉണ്ടോ, പ്യൂരിറ്റി എത്രത്തോളം ഉണ്ട്, മൈക്രോബിയൽ കണ്ടാമിനേഷൻ ഉണ്ടോ, പാർട്ടിക്കിൾ സൈസ് എങ്ങനെയാണ്, അത് അതർ റിലവന്റ് പാരാമീറ്റർ. സോ ഇതൊക്കെ നമുക്ക് ഒരുപാട് ഫാർമസ്യൂട്ടിക്കൽ ടെസ്റ്റിങ്ങുകൾ ഉണ്ട്, അത് വെച്ച് നമ്മൾ ചെയ്യും. സോ ലാസ്റ്റ് വൺ ഇസ് ഡോക്യുമെന്റേഷൻ ആണ്. ഡോക്യുമെന്റ് നമ്മൾ ചെയ്ത ടെസ്റ്റുകൾ വെച്ചിട്ട് നമ്മൾ നോക്കും. നോക്കിയതിനു ശേഷം നമുക്ക് സ്റ്റാൻഡേർഡ്സുമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ, നമ്മൾ പറഞ്ഞ കൊട്ടേഷനുമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ നോക്കും, ലേബിളിംഗ് ഇൻഫർമേഷൻസ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ നമ്മൾ നോക്കും. അതിനുശേഷം നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ കറക്റ്റ് ചെയ്യും. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണോ അവിടെ എടുക്കാൻ പറ്റുന്ന ആക്ഷൻസുകൾ നമ്മൾ ആക്ഷൻസ് എടുക്കുകയാണ് ചെയ്യുക. സോ എളുപ്പമല്ലേ? ഫസ്റ്റ് വൺ സാമ്പിളിംഗ്, പിന്നെ ടെസ്റ്റിംഗ് ചെയ്യുന്നു, പിന്നെ ക്വാളിറ്റി ടെസ്റ്റിംഗ് ചെയ്യുന്നു, ഡോക്യുമെന്റേഷൻ ചെയ്യുന്നു. സോ ഇനി എന്താ ചെയ്യാ, ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്തു, നമ്മുടെ കയ്യിൽ റിസൾട്ട് വന്നു. സോ അതാണ് ഫസ്റ്റ് പ്രൊസീജിയർ. അത് അവിടെ ഉള്ള ഫസ്റ്റ് പ്രൊസീജിയർ ആണ്. ഇനി നമ്മൾ സെക്കൻഡ് പ്രൊസീജിയറിലേക്ക് പോവാണ്. സോ നമ്മൾ കിട്ടി, നല്ലതാണെങ്കിൽ നമ്മൾ ഫർദർലി ഉപയോഗിക്കും. ഇനി ഫർദർലി അല്ല എന്നുണ്ടെങ്കിൽ, ഫർദർലി അല്ല ചെയ്തയാണെന്നുണ്ടെങ്കിൽ റിലീസ് ഓർ റിജക്ഷൻ. ബേസ്ഡ് ഓൺ ദ ടെസ്റ്റ് റിസൾട്ട്, റോ മെറ്റീരിയൽസ് ആർ എയ്തർ അപ്രൂവ്ഡ് ഫോർ യൂസ് ഇൻ ദ മാനുഫാക്ചറിംഗ് ഓർ റിജക്ഷൻ ഇഫ് ദേ ഡു നോട്ട് മീറ്റ് ദ റിക്വയർഡ് സ്പെസിഫിക്കേഷൻ. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ റിസൾട്ട് അനുസരിച്ചിട്ട് നമുക്ക് നല്ലതാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കും, ഇല്ല മോശമാണ് ചീത്തയാണ് പന്നയാണെന്നുള്ളത് നമ്മൾ അത് ഉപയോഗിക്കില്ല, റിജക്ട് ചെയ്യാണ് ചെയ്യുക. സോ റീടെസ്റ്റിംഗ് ആൻഡ് റീവാലിഡേറ്റിംഗ്. നമ്മൾ വന്നു പക്ഷെ നമ്മുടെ ചെയ്ത റിസൾട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടാണോ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത എന്തെങ്കിലും മിസ്റ്റേക്ക് ആണോ ഒന്നും കൂടെ റീവാലിഡേറ്റ് ചെയ്യണം അല്ലെ. സോ നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് ചീത്തയാണെന്ന് കിട്ടിയെങ്കിൽ നമ്മൾ റീടെസ്റ്റിംഗും റീവാലിഡേറ്റിംഗും ചെയ്യും. അതെങ്ങനെ ചെയ്യാം? ഇൻ കേസ് എനി ഡിസ്ക്രിപ്പൻസീസ് ഓർ ഔട്ട് ഓഫ് ദ സ്പെസിഫിക് റിസൾട്ട്സ്, appropriate actions such as retesting or investigation may be undertaken to determine the root cause and establish the material suitability for use. സോ ഇവിടെ ബേസിക് 2 കാര്യങ്ങളുള്ളത്. റീടെസ്റ്റിംഗ് ചെയ്യുന്നത് ഒന്നെങ്കിൽ നമുക്ക് വന്ന ഡിസ്ക്രിപ്പൻസി ആണോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാണോ നോക്കും, അതൊന്ന്. രണ്ടാമത് ഇനി ഈ റിജക്ഷൻ ചെയ്യേണ്ടിയോ അല്ലെങ്കിൽ ഈ മെറ്റീരിയൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാണ്ടാവാനുള്ള കോസ് എന്താണ് അല്ലെങ്കിൽ അതിനെന്താണ് റീസൺ, നമ്മൾ റൂട്ട് കോസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാണ് ചെയ്യുക. സോ റോ മെറ്റീരിയൽ ടെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നമ്മൾ മാനുഫാക്ചറിങ് ഉപയോഗിക്കുന്നത്, നമുക്ക് സേഫ്റ്റി ഉണ്ട്, നമുക്കിത് പേഷ്യന്റിന് കൊടുത്താൽ അവർക്ക് എഫിക്കസി കിട്ടും അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും നല്ലതാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ് നമുക്ക് റോ മെറ്റീരിയൽ ടെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഇനി നെക്സ്റ്റ് കുറച്ച് കാര്യങ്ങൾ പറയുന്നതാണ്. ബോത്ത് ദ പ്രൊക്യൂർമെന്റ് ഓഫ് സ്റ്റോർസ് ആൻഡ് ടെസ്റ്റിംഗ് ഓഫ് റോ മെറ്റീരിയൽസ് ആർ ക്രൂഷ്യൽ കമ്പോണന്റ് ദ ഫാർമസ്യൂട്ടിക്കൽ സപ്ലൈ ചെയിൻ ആൻഡ് ക്വാളിറ്റി കൺട്രോൾ പ്രോസസ്. അതായത് ബേസിക് ആയിട്ട് നമ്മൾ നല്ല റോ മെറ്റീരിയൽ വാങ്ങുന്നു, അത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു, നമ്മൾ അഷ്യൂർ ചെയ്യുന്നത് ഇറ്റ്സ് വെരി ക്രൂഷ്യൽ. And they contribute to overall quality assurance and compliance with the regulatory requirement in the pharmaceutical industry. എല്ലാ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസിനും ഒരു റെഗുലേറ്ററി റിക്വയർമെന്റുകൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള റിക്വയർമെന്റ്സുകൾ അത്യാവശ്യമാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്, നമുക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ടാവും. ആ സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്നുണ്ട്, നമ്മൾ ചെയ്യുന്നതെല്ലാം കംപ്ലൈ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നോക്കേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യങ്ങൾ. പല ഒരു സത്യം പറഞ്ഞാൽ ക്ലാസ് മാത്രം കേട്ട് നിങ്ങൾക്ക് മനസ്സിലാവും, പുറത്തേക്ക് ഇതിനെ സെപ്പറേറ്റ് എടുത്ത് വെച്ച് പഠിക്കേണ്ട ആവശ്യമേ വരില്ല. സോ
നോമൻക്ലെച്ചർ ആൻഡ് യൂസ് ഓഫ് സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആണ്. സോ കുറച്ച് ഓൾറെഡി നിങ്ങൾ ലാബിലൊക്കെ സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സുകളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും. സോ സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആർ സ്പെഷ്യലൈസ്ഡ് ടൂൾ ഓർ ഡിവൈസ് യൂസ്ഡ് ബൈ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ഡ്യൂറിംഗ് സർജിക്കൽ പ്രൊസീജിയർ ടു പെർഫോം സ്പെഷ്യൽ ടാസ്ക്. സോ എല്ലാ എക്യുപ്മെന്റ്സും എപ്പോഴും ഉപയോഗിക്കാൻ പറ്റില്ല. ഓരോ ടാസ്കുകൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും ഓരോ സ്പെസിഫിക് ടാസ്കുകൾ ചെയ്യാൻ വേണ്ടി ഓരോ എക്യുപ്മെന്റ് ഉണ്ട്. ഇപ്പം റിട്രാക്ടർ ഉണ്ട്, മൗത്ത് റിട്രാക്ടർ ഉണ്ട്, അല്ലെങ്കിൽ എന്താ ഫോസപ്സുകൾ ഉണ്ട്, ട്യൂസേഴ്സ് ഉണ്ട്, അങ്ങനെ ഒരുപാടെണ്ണുണ്ട് അല്ലെ. സോ നമുക്ക് എന്തൊക്കെയാണ് അല്ലെങ്കിൽ അതിന്റെ ഡിസൈൻസ് എങ്ങനെയാണ്, അതിന്റെ വേരിയസ് പർപ്പസ് യൂസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. ദ ഫസ്റ്റ് വൺ ഈസ് സ്കാൽപ്പൽ. സോ നിങ്ങളുടെ ഫോട്ടോസ് ഒക്കെ കാണാൻ വേണ്ടി ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കാം കേട്ടോ. സോ സ്കാൽപ്പൽ എന്ന് വെച്ചാൽ സ്കാൽപ്പൽ എന്ന് പറഞ്ഞാൽ ഷാർപ്പാണ്, പ്രിസൈസ് കട്ടിങ് ഇൻസ്ട്രുമെന്റ് ആണ് ഇൻസിഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ടിഷ്യൂ സർജറി ഒക്കെ ചെയ്യുമ്പോൾ ടിഷ്യൂ ഒക്കെ നമുക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് സ്കാൽപ്പൽ. സോ സ്കാൽപ്പൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുക. എന്റെ പടമൊക്കെ ഞാൻ വരച്ചു തരാം. സോ നിങ്ങൾ യൂട്യൂബിൽ നോക്കി കഴിഞ്ഞാൽ പലതരത്തിലുള്ള സ്കാൽപ്പൽസ് ഒക്കെ കാണാൻ പറ്റും കേട്ടോ. നല്ല ഭംഗിയുള്ള സ്കാൽപ്പൽസിനൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ സ്കാൽപ്പൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര മൂർച്ചയാണ്, നമ്മൾ സർജറിക്കൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഇങ്ങനെ ഉണ്ടാവുക, ഇങ്ങനെ. സോ ഇത് ഇവിടെ നമ്മൾ ഇങ്ങനെ പിടിക്കും, ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ മുറിക്കുവാണ് ചെയ്യുക. നമ്മൾ കത്തിയില്ല, കത്തിന്റെ ചെറിയ പരിപാടി തന്നെ. അത് ഇതിൽ നമുക്ക് സെപ്പറേറ്റ് ബ്ലേഡ് ഒക്കെ ആഡ് ചെയ്യാൻ പറ്റും, നമുക്ക് ബ്ലേഡ്സ് ഒക്കെ മാറ്റാൻ പറ്റും ഈ ഷാഫ്റ്റില്. സോ ഫോസപ്സ് ആണ്. ഫോസപ്സ് അറിയാലോ, ഫോസപ്സ് ആർ ഹാൻഡ് ഹെൽഡ് ഇൻസ്ട്രുമെന്റ് വിത്ത് 2 blades and a handle. So they are used for grasping, holding, for manipulating tissue or surgical material. So എന്താണ് ഫോസപ്സ്? നമുക്ക് സാധനങ്ങൾ പിടിച്ചു വെക്കാൻ വേണ്ടി അല്ലെ. സോ ഫോസപ്സ് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഇത് ഇങ്ങനെ ഉണ്ടാവുക, 2 ബ്ലേഡുകൾ ഉണ്ടായിരിക്കും. സോ ഇങ്ങനെ വന്നിട്ട് എന്താ ചെയ്യാ, ഇങ്ങനെ ഉണ്ടാവും. സോ നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ പിടിച്ചിട്ട് ഈ അറ്റത്ത് ഈ സാധനങ്ങൾ നമുക്ക് പിടിച്ചു വെക്കാനും ഒക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഫോസപ്സ് എന്ന് പറഞ്ഞാൽ. സോ എക്സാമ്പിൾ ടിഷ്യൂ ഫോസപ്സ്, ഹീമോസ്റ്റാറ്റിക് ഫോസപ്സ്, ഡ്രസ്സിംഗ് ഫോസപ്സ്. സോ ഇത് ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം. എക്സാമ്പിൾസ് എന്തൊക്കെ തരത്തിലുള്ള ഫോസപ്സ് നോക്കുക. ടിഷ്യൂ ഫോസപ്സ് ഉണ്ട്, സോ ഹീമോസ്റ്റാറ്റിക് ഫോസപ്സ് ഉണ്ട്, ആൻഡ് ഡ്രസ്സിംഗ് ഫോസപ്സ് ഉണ്ട്. സോ ടിഷ്യൂ ഫോസപ്സ് എന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് ടിഷ്യൂനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹീമോസ്റ്റാറ്റിക് ഫോസപ്സ് എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പൊ എക്സാമ്പിൾ ബ്ലഡ് ഫ്ലോ നമുക്ക് നിർത്താൻ വേണ്ടി, ഇപ്പൊ എക്സാമ്പിൾ വെയിനൊക്കെ പിടിച്ചിട്ട് നമുക്ക് നിർത്താൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഫർദർലി ബ്ലഡ് ഫ്ലോ അവിടെ സ്റ്റോപ്പ് ചെയ്യാനോ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഡ്രസ്സിംഗ് ഫോസപ്സ് നമുക്ക് ഡ്രസ്സിംഗ് മെറ്റീരിയൽസ്, ഇപ്പം എക്സാമ്പിൾ നമ്മുടെ ഡ്രസ്സുകളല്ല, ബേസിക്കലി നമ്മൾ വൂണ്ടൊക്കെ ക്ലീൻ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ആ ഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൈ തൊടാതിരിക്കാൻ വേണ്ടി ഫോസപ്സ് യൂസ് ചെയ്യും, ആ പരിപാടി. സോ നെക്സ്റ്റ് വണ്ടി സീസേഴ്സ്. സീസേഴ്സ് അറിയാലോ നിങ്ങൾക്ക്, ടിഷ്യൂ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്യൂച്ചർ ചെയ്യാൻ വേണ്ടി, ബാൻഡേജുകൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുകയാണ്. വേരിയസ് സൈസിലും ഷേപ്പിലും ഉണ്ട്. സ്ട്രേറ്റ് സിസേഴ്സ് ഉണ്ട്, കർവ്ഡ് സിസർ ഉണ്ട്, ഡിസെക്ടിങ് സിസർ ഉണ്ട്. സ്ട്രേറ്റ് സിസർ നമ്മളെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. കർവ്ഡ് സിസർ നേരെ വന്നിട്ട് കുറച്ച് അറ്റഭാഗം ചെറിയൊരു വളവുണ്ടായിരിക്കും. ഡിസെക്ടിങ് സിസേഴ്സ് എന്ന് വെച്ചാൽ നല്ല മൂർച്ച ഉണ്ടായിരിക്കും. സോ ഡിസെക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. സോ നെക്സ്റ്റ് വണ്ടി റിട്രാക്ടേഴ്സ് ആണ്. റിട്രാക്ടേഴ്സ് നമുക്ക് ഇങ്ങനെ തുറക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ റിട്രാക്ടേഴ്സ് യൂസ് ടു ഹോൾഡ് ടിഷ്യൂ ഓർഗൻ അസൈഡ്. നമുക്കൊന്ന് ടിഷ്യൂനെ ഹോൾഡ് ചെയ്ത് നിർത്താൻ അല്ലെങ്കിൽ ഓർഗൻസിനെ ഒന്ന് ഹോൾഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. പ്രൊവൈഡിങ് ആക്സസ് ആൻഡ് വിഷ്വലൈസിംഗ് ഓഫ് സർജിക്കൽ സൈറ്റ്. സോ സർജിക്കൽ സൈറ്റ് കാണാൻ വേണ്ടിയിട്ട് അത് നമ്മൾ അതിനകത്ത് ഇറക്കി വെച്ചിട്ട് ഇത് വിട്ടു കൊടുക്കുമ്പോൾ അതിങ്ങനെ വിടർന്ന് വരിക ചെയ്യാം. ദേ ക്യാൻ ബി സെൽഫ് റിട്ടൈനിങ്. സോ സ്വന്തമായിട്ട് റീറ്റൈനിങ് ആവാം, അല്ലെങ്കിൽ നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ സ്വന്തമായിട്ട് റീറ്റൈൻ ആകുന്നതാവാം, അല്ലെങ്കിൽ ഹാൻഡ് ഹെൽഡ് നമുക്ക് കയ്യിൽ പിടിച്ചിട്ട് തന്നെ നമുക്ക് എത്ര റീറ്റൈൻ ചെയ്യണം എന്ന് നമുക്ക് ഡിറ്റർമൈൻ ചെയ്ത് ചെയ്യാം. സോ എക്സാമ്പിൾ ഇൻക്ലൂഡിംഗ് അബ്ഡോമിനൽ റിട്രാക്ടേഴ്സ്, റിബ് റിട്രാക്ടേഴ്സ് ആൻഡ് വൂണ്ട് റിട്രാക്ടേഴ്സ്. ഇതൊക്കെയാണ് അബ്ഡോമിനൽ റിട്രാക്ടറുകൾ ഉണ്ട്. റിബ് ഇങ്ങനെ ഇരിക്കുക, എന്നിട്ട് റിട്രാക്ടർ വെക്കുമ്പോൾ ഈ റിബ് കേജ് ഇങ്ങനെ തുറന്നു വരും. സോ വൂണ്ട് റിട്രാക്ട്, വൂണ്ട് വരുമ്പോഴത്തേക്കും വൂണ്ടിനകത്ത് വെച്ചിട്ട് റിട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇതിന്റെ എക്സാമ്പിൾസ് നോക്കി വെക്കുക കേട്ടോ. സോ യൂസ് ഒന്ന് നോക്കി വെക്കുക. ഇതിലൂടെ ചോദിച്ച ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല, സോ എന്തായാലും പറയാൻ പറ്റില്ല. സോ നെക്സ്റ്റ് വൺ ഈസ് ക്ലാമ്പുകളാണ്. ക്ലാമ്പ് എന്ന് വെച്ചാൽ എന്താണ്? ക്ലാംപ്സ് ആർ യൂസ് ടു ഒക്ലൂഡ് ബ്ലഡ് വെസൽ, കൺട്രോൾ ബ്ലീഡിംഗ് ഓർ ഹോൾഡ് ടിഷ്യൂ ഇൻ പ്ലേസ്. ദേ കം ഇൻ ഡിഫറെന്റ് ഡിസൈൻസ് സച്ച് ആസ് ആർട്ടറി ഫോസപ്സ്, മൊസ്കിറ്റോ ഫോസപ്സ് ആൻഡ് കില്ലി ക്ലാംപ്സ്. സോ ഇത് ക്ലാമ്പുകൾക്ക് ഈ ഫോസപ്സുമായിട്ടൊരു ബന്ധമുണ്ട്. അതായത് ഏകദേശം അതുപോലെ തന്നെയാണ്. നമ്മൾ കൺട്രോൾ ബ്ലീഡ് ചെയ്യാൻ വേണ്ടി ബ്ലഡ് വെസൽസിനൊക്കെ നമുക്ക് ഒന്ന് ഹോൾഡ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്ലഡ് അറസ്റ്റ് ചെയ്യുക. അത് എക്സാമ്പിൾ ആർട്ടറി ഫോസപ്സ്, മൊസ്കിറ്റോ ഫോസപ്സ് ആൻഡ് കെല്ലി ക്ലാംപ്സ് ആണ്. സോ നെക്സ്റ്റ് നീഡിൽ ഹോൾഡർ ആണ്. പേര് പറയുന്നത് പോലെ തന്നെ നീഡിൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടി. ക്ലാമ്പ് എന്ന് പറയുമ്പോൾ അറിയില്ല, ക്ലാമ്പ് എന്താണെന്ന് നമുക്കറിയാം. സോ നീഡിൽ ഹോൾഡർ എന്നാണ് ഗ്രാസ്പിംഗ് ആൻഡ് മാനിപ്പുലേറ്റിംഗ് സർജിക്കൽ നീഡിൽസ് എടുക്കാനും സ്വീച്ചർ ചെയ്യാൻ വേണ്ടി. നോർമലി നമ്മൾ നീഡിൽസ് ഇവിടെ ഇപ്പുറത്ത് വെച്ചിരിക്കും, നമ്മൾ കയറ്റുന്നു, ഇവിടെ പിടിച്ച് വലിക്കുന്നു, പിന്നെ വീണ്ടും കയറ്റുന്നു, പിടിച്ച് വലിക്കുന്നു, അങ്ങനത്തെ പരിപാടി. സോ ദേ ഹാവ് എ ലോക്കിംഗ് മെക്കാനിസം. സോ ലോക്കിംഗ് മെക്കാനിസം എപ്പോഴും സ്റ്റേബിൾ ആയിട്ടിരിക്കും, ലോക്ക് ചെയ്ത് നമുക്ക് നിർത്താൻ പറ്റും. സോ അലോയിങ് പ്രിസൈസ് കൺട്രോൾ ഡ്യൂറിങ് സ്റ്റിച്ചിങ് ചെയ്യുമ്പോൾ നമുക്ക് പ്രിസൈസ് ആയിട്ടുള്ള കൺട്രോളിങ് കിട്ടുകയാണ് നീഡിൽ ഹോൾഡേഴ്സിൽ ചെയ്യാം കേട്ടോ.
സോ നെക്സ്റ്റ് ഇസ് പ്രോപ്സ് ആൻഡ് ഡൈലേറ്റേഴ്സ്. സോ പ്രോപ്സും ഡൈലേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. പ്രോപ്സ് ആർ സ്ലെൻഡർ പോയിന്റഡ് ഇൻസ്ട്രുമെന്റ് യൂസിങ് ഫോർ എക്സ്പ്ലോറിംഗ് വൂണ്ട്. സോ ഭയങ്കര പോയിന്റ് ആയിരിക്കും. സോ നമുക്ക് വൂണ്ടുകൾക്ക് അകമൊക്കെ കാണാൻ വേണ്ടി, ബോഡി ക്യാവിറ്റി, ഓർഗൻസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. സോ ഈ പ്രോബും ഡൈലേറ്റർ നിങ്ങളൊന്ന് നെറ്റ് അടിച്ചു നോക്കുക കേട്ടോ. സോ ഡൈലേറ്റേഴ്സ് ആർ യൂസ് ടു ഗ്രാജുവലി എൻലാർജ് ഓർ ഡൈലേറ്റ് ആൻഡ് ഓപ്പണിംഗ്. സോ ഡൈലേറ്റേഴ്സ് എന്താ ചെയ്യുക വെച്ചാൽ കുഞ്ഞു സാധനമായിരിക്കും, ഇതിനകത്ത് ഇറക്കിയതിനു ശേഷം അത് ഡൈലേറ്റ് ചെയ്യാൻ പറ്റും. ബലൂൺ പൊങ്ങുന്ന പോലെ, സച്ച് ആസ് ബ്ലഡ് വെസൽ ഓർ യൂറീട്ര. സോ നോർമലി യൂറീട്രയിലോ അല്ലെങ്കിൽ ബ്ലഡ് വെസൽസ് ഒക്കെ കൂടുതലും യൂസ് ചെയ്യാനുള്ളത്. സോ നെക്സ്റ്റ് വൺ ഇസ് റിട്രാക്ടേഴ്സ് ആണ്. സോ റിട്രാക്ടേഴ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, സെയിം സാധനം മിസ്റ്റേക്ക് വന്നതാണ്. സോ നെക്സ്റ്റ് സക്ഷൻ ഡിവൈസ്. നമുക്ക് പേര് പറയുന്ന പോലെ എന്താണ്, സക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഫ്ലൂയിഡ്സ് റിമൂവ് ചെയ്യാൻ വേണ്ടി. സോ സക്ഷൻ ഡിവൈസ് ആർ യൂസ് ടു റിമൂവ് ഫ്ലൂയിഡ്, ബ്ലഡ്, ഡെബ്രിസ് ഫ്രം സർജിക്കൽ ഫീൽഡ് ടു മെയിൻറ്റെയിൻ വിസിബിലിറ്റി. നമുക്കറിയാം, സോ സർജറി ചെയ്തുകൊണ്ടിരിക്കും ബ്ലഡ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക. അപ്പൊ നമ്മൾ അത് സക്ക് ചെയ്ത് പുറത്ത് കളയാനോ അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സ് കിടപ്പുണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ചെയ്യാം. സോ ഇത് മാനുവൽ ഉണ്ട് അല്ലെങ്കിൽ പവേർഡ് കണക്ഷൻ ടു സക്ഷൻ സിസ്റ്റം. ഒരു സക്ഷൻ സിസ്റ്റത്തിൽ കണക്ട് ചെയ്തുകൊണ്ടിരിക്കും. സോ നമുക്ക് എടുത്തു വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സക്ഷൻ ചെയ്യാനായിട്ട് നമുക്ക് പോസിബിൾ ആണ്. So next is electroacuretry devices ആണ്. So electroacuretry device use heat or electric to coagulate tissue, control bleeding or make precise incision. They are commonly used in various surgical processes. So normally electroacuretry device ആണ്. സോ നമുക്ക് പ്രിസൈസ് ആയിട്ടുള്ള കട്ടിങ്ങിന് വേണ്ടിയിട്ടോ ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് നിങ്ങൾക്ക് പഠിക്കാനില്ല, എക്സ്ട്രാ ടോപ്പിക് ആണ്. നമ്മുടെ ഡിഫാം സിലബസിൽ ഈ electroacuretry ഡിവൈസ് നിങ്ങൾക്ക് പഠിക്കാനില്ല, പക്ഷെ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. കാരണം സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സിൽ വരുന്നൊരു മെയിൻ ഇൻസ്ട്രുമെന്റ് ആണ്. സോ നെക്സ്റ്റ് ഇസ് ഹോസ്പിറ്റൽ എക്യുപ്മെന്റ് ആക്സസറീസ് ആണ്. ഹോസ്പിറ്റൽ എക്യുപ്മെന്റിൽ ആവശ്യമായിട്ടുള്ള ആക്സസറീസും കാര്യങ്ങളാണ് കേട്ടോ. So normally hospital equipment accessory encompasses a wide range of tools, devices and accessories used in healthcare system to facilitate patient care, diagnosis, treatment and monitoring. നമുക്കറിയാം, നമ്മൾ സ്റ്റെത്ത് ഉപയോഗിക്കുന്നത് വരെ, BP ഉപയോഗിക്കുന്നത് വരെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ റോബോട്ടിക് സർജറി ചെയ്യുന്ന മെഷീൻസ് വരെ എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ എക്യുപ്മെന്റ് അക്സസറിക്കകത്ത് വരുന്നതാണ്. സോ ഫസ്റ്റ് വൺ പേഷ്യന്റ് ബെഡിൽ പറയാം. പേഷ്യന്റ് ബെഡ് ഇതിനാണ് നമുക്ക് കിടക്കാൻ വേണ്ടിയിട്ട്, പേഷ്യന്റ് സേഫ്റ്റി നോക്കാൻ വേണ്ടിയിട്ട്. അത് അഡ്ജസ്റ്റബിൾ ഫീച്ചേഴ്സ് ഉണ്ട് കേട്ടോ. ഇലക്ട്രോണിക് കൺട്രോൾ ഉണ്ട്, സൈഡ് റെയിൽസുകൾ ഉണ്ട്, ബിൽഡിംഗ് സ്കെയിൽ ഉണ്ട്. സോ പേഷ്യന്റ് ബെഡ് എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റൽ എക്യുപ്മെന്റ് ഏറ്റവും വലിയ മേജർ ആയ ഒരു കാര്യമാണ്. കാര്യം എന്താണ്, പേഷ്യന്റ് കിടക്കുക, അവരുടെ കംഫർട്ട് സോൺ കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. So next one is examination table. So examination table എന്ന് വെച്ചാൽ മെഡിക്കൽ എക്സാമിനേഷൻ റൂമിലാണ് കൂടുതൽ ഉണ്ടായിരിക്കുക. പേഷ്യന്റിനെ അസസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതും അഡ്ജസ്റ്റബിൾ ആണ്. നമുക്ക് പാഡഡ് സർഫസ് ഉണ്ട്. പേഷ്യന്റ് കംഫർട്ട് അനുസരിച്ച് അവർക്ക് ഇരിക്കാനുള്ള എല്ലാ സംഭവങ്ങളും അവിടെ ചെയ്യും. അതായത് എന്താണ്, നമുക്ക് മെഡിക്കൽ എക്സാമിനേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ടേബിൾ ആണ് എക്സാമിനേഷൻ ടേബിൾ. സോ ബെഡും എക്സാമിനേഷൻ ടേബിൾ നിങ്ങൾക്ക് തിരിഞ്ഞു പോകരുത്. So next one is infusion pump. So infusion pump എന്ന് വെച്ചാൽ used to administer fluid, medication, nutrient intravenously at a controlled rate. So നിങ്ങൾക്ക് അറിയാം, ഇൻഫ്യൂഷൻ പമ്പ് നിങ്ങൾക്ക് അറിയാം. സോ എന്താണ്, കൺട്രോൾ റേറ്റിൽ ന്യൂട്രിയന്റ് ഇൻട്രാവിനസ്ലി പോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫ്ലൂയിഡ് അഡ്മിനിസ്റ്റർ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. They ensure accurate delivery and may have additional feature for multiple channel or programmable dosing. So നമുക്ക് മൾട്ടിപ്പിൾ ചാനൽ, അതായത് നമുക്ക് 2 or 3 മരുന്നുകളൊക്കെ ഒരുമിച്ച് കൊടുക്കാനുള്ള ഫീച്ചേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ എത്ര ഡോസിങ് കൊടുക്കണം എന്ന് നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. സോ അതാണ് ഇൻഫ്യൂഷൻ പമ്പ്. സോ പ്രീ ഡിറ്റർമിൻ നമുക്ക് ചെയ്യാൻ പറ്റും, കൺട്രോൾഡ് ആയിരിക്കും. എത്ര എമൗണ്ട് മരുന്നുകൾ അല്ലെങ്കിൽ എത്ര ഫ്ലൂയിഡ് പോകണം, എത്ര മെഡിക്കേഷൻ പോകണം എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു പമ്പിനെയാണ് ഇൻഫ്യൂഷൻ പമ്പ് എന്ന് പറയുക. കുറെ പേര് കണ്ടിട്ടുണ്ടാവും, ചുമ്മാ ഗൂഗിൾ അടിച്ച് നോക്കിയാൽ കേട്ടോ. So next is vital sign monitoring. So ഇവിടെ എന്താണ്, ഹാർട്ട് റേറ്റ്, പേഷ്യന്റ് പാരാമീറ്റേഴ്സ്, BP, ടെമ്പറേച്ചർ, ഓക്സിജൻ സാച്ചുറേഷൻ ഒക്കെ നോക്കാൻ വേണ്ടിയിട്ടുള്ള ഡിസ്പ്ലേസ് നമുക്കറിയാം, മെഷീൻസുകൾ ഒരുപാടുണ്ട്. സോ അതാണ് വൈറ്റൽ സൈൻ മോണിറ്റേഴ്സ്. അതിനകത്ത് തെർമോമീറ്റർ വരാം, സ്പിഗ്നോമാനോമീറ്റർ വരാം, പിന്നെ ഹാർട്ട് റേറ്റ് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ സ്റ്റെതസ്കോപ്പ് യൂസ് ചെയ്യാം. സോ സാച്ചുറേഷൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓക്സിജൻ സാച്ചുറേഷൻ മെഷീൻ യൂസ് ചെയ്യാം. സോ ഇതൊക്കെ ഇതിനകത്ത് വൈറ്റൽ സൈൻ മോണിറ്ററിങ്ങിനകത്ത് വരുന്നതാണ്. സോ നെക്സ്റ്റ് ഡയഗ്നോസിങ് ഇമേജ് എക്യുപ്മെന്റ്. ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലും അത്യാവശ്യമായതാണ് ഇമേജിംഗ് മെഷീൻസുകൾ, എക്സ്റേ മെഷീൻസ്, CT, കമ്പ്യൂട്ടർ ടോമോഗ്രഫി സ്കാനേഴ്സ്, മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ്, MRI സ്കാൻസ്, അൾട്രാസൗണ്ട് മെഷീൻ, മാമോഗ്രഫി മെഷീൻസ്. സോ ഇങ്ങനെയുള്ള മെഷീൻസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്, നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് ഇന്റേണൽ സ്ട്രക്ചർ അറിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വിഷ്വലൈസിംഗ് ടൂൾസുകളാണ് എന്ത്, ഹോസ്പിറ്റൽ എക്യുപ്മെന്റ് ആൻഡ്
അക്സസറീസ് എന്ന് പറഞ്ഞാല്. സോ നെക്സ്റ്റ് അനസ്തേഷ്യ മെഷീൻസ് ആണ്. സോ ഇവിടെ എന്താ ചെയ്യുക, ഗ്യാസുകൾ മിക്സ് ചെയ്ത് സർജറിക്ക് പോകുന്ന പേഷ്യന്റിന് ആവശ്യമായ രീതിയിൽ അവരുടെ റെസ്പിറേറ്ററി ട്രാക്റ്റും കാർഡിയോവാസ്കുലർ പാരാമീറ്റേഴ്സും ചെക്ക് ചെയ്തുകൊണ്ട് മോണിറ്റർ ചെയ്തുകൊണ്ട് ആവശ്യമുള്ള ഗ്യാസ് മിക്സ് ചെയ്ത് കൊടുക്കുന്നതാണ് അനസ്തേഷ്യ മെഷീൻ എന്ന് പറഞ്ഞാൽ. അവിടെ എല്ലാ ഐറ്റംസും നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. സോ നെക്സ്റ്റ് സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്കാപ്പൽസ്, ഫോർസെപ്സ്, സീസേഴ്സ്, റിട്രാക്ടേഴ്സ്, ക്ലാമ്പ്, ഇതെല്ലാം സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ അകത്ത് വരുന്ന സാധനമാണ്. സോ നെക്സ്റ്റ് വെന്റിലേറ്റേഴ്സ് ആണ്. വെന്റിലേറ്റേഴ്സ് നമുക്കറിയാം എന്താണ്, റെസ്പിറേറ്ററി സപ്പോർട്ട് കൊടുക്കുകയാണ്. അതായത് സ്വന്തമായി ശ്വാസം എടുക്കാൻ പോലും പറ്റാത്ത ആൾക്കാർക്ക് നമ്മൾ അതിന് വെന്റിലേറ്റർ കൊടുക്കുകയാണ് ചെയ്യുക. സോ ഇവർ കൺട്രോൾഡ് ആയിരിക്കും, എല്ലാ കാര്യങ്ങളും മെക്കാനിക്കലി കൺട്രോൾഡ് ആയിരിക്കും. വെന്റിലേഷൻ അതായത് ഓക്സിജൻ ഡെലിവറി ആണ് കേട്ടോ. സോ ആ ഒരു പേഷ്യന്റ് ആവശ്യമുള്ള സാച്ചുറേഷൻ അനുസരിച്ച് നമ്മൾ വെന്റിലേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. സോ വീൽ ചെയർ ആൻഡ് സ്ട്രെച്ചേഴ്സ് ആണ്. നമുക്കറിയാം വീൽ ചെയർസ് എന്താണ്, ഒരാളെ നമുക്ക് കൊണ്ടുപോവുക അല്ലെങ്കിൽ ആംബുലേറ്ററി ആയിട്ട് അല്ലാത്ത പേഷ്യൻ, നടന്നു പോകാൻ പറ്റാത്ത ആൾക്കാർക്കൊക്കെ നമുക്ക്, അല്ലെങ്കിൽ അത്രയും സിവിയർ ആയ പേഷ്യൻസ് നമ്മൾ വീൽ ചെയർസോ സ്ട്രെച്ചേഴ്സോ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പൊ അവർക്ക് മൊബിലിറ്റി നമുക്ക് അവിടെ ഈസിലി പോസിബിൾ ആക്കുന്നു. സോ നെക്സ്റ്റ് മെഡിക്കൽ കാർഡ്സ് ആൻഡ് ട്രോളീസ് ആണ്. സോ ഇത് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്, നമുക്ക് മെഡിക്കൽ സപ്ലൈസ് എടുത്തുകൊണ്ട് പോകാനും മെഡിക്കേഷൻ എക്യുപ്മെന്റ്സും ഒക്കെ ഹോസ്പിറ്റലിൽ റോം ചെയ്ത് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് മെഡിക്കൽ കാർഡ്സ് ആൻഡ് ട്രോളീസ് എന്ന് പറയുന്നത്. നമുക്ക് അക്സസിബിലിറ്റിക്ക് നമുക്ക് ഉണ്ടാക്കുക, അക്സസിബിലിറ്റി പെട്ടെന്ന് ഉണ്ടാക്കുക എന്നുള്ളതാണ് മെഡിക്കൽ കാർഡ്സ് ആൻഡ് ട്രോളീസ് ഇതിനകത്ത് വരുന്നത്. സോ ഇത്രയുമാണ് നമുക്ക് പറയാനുള്ളത്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഫർദർ നമുക്ക് ഡിസ്കസ് ചെയ്യാന്നുള്ളതാണ്. സോ ബേസിക് ഇത്രയും പ്രിൻസിപ്പിൾസും കാര്യങ്ങളും നോക്കി വെക്കുക. ഭയങ്കര സിമ്പിൾ ചാപ്റ്റർ ആണ് നോൺ സ്റ്റെറൈൽ എന്ന് പറഞ്ഞാൽ. നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അധികം ഒന്നുമില്ല, പെട്ടെന്ന് കാര്യങ്ങൾ നന്നായിട്ട് നോക്കുക. സോ നെക്സ്റ്റ് വീട്ടിൽ കാണാം. താങ്ക് യു.